ഒരാഴ്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു ആൺകുട്ടി സൈക്കിൾ ഓടിക്കുന്നത് കണ്ടു. ആ വലിയ പയ്യന് സൈക്കിൾ വളരെ ചെറുതാണെന്ന് മൈക്കിന് തോന്നി. പെട്ടെന്ന് കുട്ടി ഒരു പോസ്റ്റിൽ ഇടിച്ച് തെരുവിൽ തെന്നി മാറി. മൈക്ക് ഓടി വന്ന് അയാളെ തിരിച്ചറിഞ്ഞു. അവൻ അവന്റെ സഹപാഠിയായിരുന്നു സാം. സാമിന് ഗുരുതരമായി പരിക്കേറ്റു. മൈക്ക് ഒഴികെ അവനെ സഹായിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. മൈക്ക് അവനെ എഴുന്നേൽക്കാൻ സഹായിക്കുകയും വെള്ളം നൽകുകയും ചെയ്തു. സാം സൈക്കിൾ വേഗത്തിൽ ഓടിച്ചിരുന്നതിനാൽ ഇടത് കാലിനും കൈകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഒരു മൂലയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം സൈക്കിൾ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് സഹായം തേടി. ഒരു ആംബുലൻസ് വന്ന് സാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് സാമിന്റെ വീട്ടിലെത്തി അപകട വിവരം മാതാപിതാക്കളെ അറിയിച്ചു. സമയോചിതമായ സഹായത്തിന് സാമും മാതാപിതാക്കളും മൈക്കിന് നന്ദി പറഞ്ഞു. എനിക്ക് സാമിന്റെ സൈക്കിൾ ഉണ്ടായിരുന്നുവെങ്കിൽ മാത്രമേ എല്ലാം സാധ്യമായിരുന്നുള്ളൂ. സാമിന്റെ മാതാപിതാക്കളോടും മൈക്ക് പറഞ്ഞു. സാമിന് സൈക്കിൾ ഓടിക്കാൻ കഴിയാത്തത്ര ചെറുതാണ്. അതിനാലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. സാമും മൈക്കും അടുത്ത സുഹൃത്തുക്കളായി. ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ മൈക്ക് എല്ലാ ദിവസവും സാമിനെ ആശുപത്രിയിൽ കണ്ടുമുട്ടി. സാമിന് ഒരു പുതിയ സൈക്കിൾ ലഭിച്ചു. മൈക്കിന് സ്വന്തമായി ഒരു സൈക്കിൾ ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തന്റെ പഴയ സൈക്കിൾ മൈക്കിന് നൽകി. മൈക്കിന്റെ മാതാപിതാക്കളുടെ അനുമതിയോടെ മൈക്ക് സാമിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചു. ഒരാൾ മറ്റൊരാളിൽ നിന്ന് അവരുടെ ക്ഷേമത്തിന് അർഹനാണ്.